ഹരിയാനയിൽ CSIR നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സംശയത്തെ തുടർന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ധൻകർ, ധീരജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചോദ്യപേപ്പർ വിൽക്കാൻ ശ്രമിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചില വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മുൻകൂട്ടി നൽകാമെന്ന് വാഗ്ദാനം നൽകി 3 മുതൽ 4 ലക്ഷം രൂപ വരെ ഈ സംഘം ആവശ്യപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യപേപ്പർ തട്ടിപ്പാണ്. വിദ്യാർത്ഥികളെ പിന്തുടർന്നാണ് സംഘത്തെ പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു. 2 വിഷയങ്ങളുടെ ചോദ്യപേപ്പറാണ് സംഘം നൽകാമെന്ന വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇത് യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെയാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ചോദ്യപേപ്പർ തട്ടിപ്പിൻ്റെ കൂടെ വാഗ്ദാന തട്ടിപ്പ് എന്നൊക്കെ കൂടി പറയാം. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥ ചോദ്യപേപ്പർ ആണോ എന്നുള്ളതും കൂടി അറിയില്ല. അതിൽ വലിയൊരു തട്ടിപ്പ്, അത് ചെറിയ ക്രമക്കേടൊന്നുമല്ല, വലിയൊരു തട്ടിപ്പ് അത് ചോർന്നിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വഴിയാണ് ഇവരിലേക്ക് എത്തിയത്. ഇനി ഇവർക്ക് മുകളിൽ ഈ ഒരു ചോദ്യപേപ്പർ ചോരാൻ കാരണമായ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഒക്കെ അത് സംശയ നിഴലിലാണ്. കാരണം ഈ ചോദ്യപേപ്പർ അത്ര പെട്ടെന്ന് ചോരണമെങ്കിൽ ഇതുമായി ബന്ധമുള്ള ഒരാൾ ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചോദ്യപേപ്പർ ചോരുകയുള്ളൂ. അപ്പോൾ എന്താണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ നടപടികൾ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. 2 പേരിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അവർ വലിയൊരു തട്ടിപ്പ് സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെ നിഗമനങ്ങൾ വെച്ച്. അതായത് ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് ചോദ്യപേപ്പർ നൽകാമെന്ന് പറഞ്ഞ് 3 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഈ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സംഘം എന്ന് പറയുമ്പോൾ ഈ 2 പേരിപ്പോൾ അറസ്റ്റിലായി. ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും, അതിന് മുകളിലേക്കും ഉണ്ടാകും, താഴേക്കും ഉണ്ടാകും. ഇത് വലിയൊരു ചങ്ങലയാണെന്നുള്ളതും മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ തട്ടിപ്പ് പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് കുറച്ചുകൂടി ഗുരുതരമാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വലിയ വൈകാതെ തന്നെ ആ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും ഒപ്പം നടപടികളുമൊക്കെ തന്നെ പുറത്തു വരുമെന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്.